എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചീരയും നിത്യവഴുതനയും കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ചീര ഇവിടെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ചീരയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നിത്യവഴുതനങ്ങ ചെറുതായിട്ട് അരിയാം. ഈ നിത്യവഴുതന നമ്മുടെ വീട്ടിലുണ്ടായതാണേ. ഇപ്പം ഞാൻ നിത്യവഴുതനയും ചീരയും അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനായിട്ട് ഒരു ചെറിയ സവോള, പച്ചമുളക്, തേങ്ങ. ഇനി നമുക്ക് ഈ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ നിത്യവഴുതനങ്ങ ചീര അരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ചേരുവകളായ സവാള, പച്ചമുളക് എന്നിവ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. തോരൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച നിത്യവഴുതനയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ, സവാള, പച്ചമുളകും കൂടെ ചേർത്ത് ഇളക്കാം. തോരൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. തോരൻ കറിക്ക് ഞാൻ വെള്ളം ചേർക്കാറില്ല. ചീരയിലയുടെ വെള്ളം കൊണ്ട് തോരൻ കറി വെന്തോളും. നമുക്കിത് നന്നായി ഇളക്കി മൂടി വെച്ച് ചെറുതീ വേവിച്ചെടുക്കാം. ഈ തോരൻ കറി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചീരയും നിത്യവഴുതനയും കൊണ്ടുള്ള തോരൻ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊരു ദിവസം തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.